അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ. അള്ളാഹു ബാരിക് ലനാ ഫി റജബിൻ വ ഷഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. ഇന്ന് കഴിഞ്ഞ റജബ് മാസം പുലർന്നത് മുതൽ വിശ്വാസി സമൂഹം പ്രാർത്ഥനയിലാണ്. പരിശുദ്ധ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അവിടുത്തെ ആ മാതൃക അതായിരുന്നു. റജബ് മാസം ആയിക്കഴിഞ്ഞാൽ പിന്നെ റമളാനിലേക്കുള്ള തകൃതിയായിട്ടുള്ള ഒരുക്കമാണ് അതിൽ നിന്നെല്ലാം ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അത്തരമൊരു ഒരുക്കത്തിലൂടെ സഞ്ചരിച്ചുവെങ്കിൽ അവിടുത്തെ ഉമ്മത്തായ നമ്മൾ എത്രമാത്രം അതിനെ പ്രാധാന്യത്തോടെ കാണേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. റജബ് പ്രതീക്ഷയുടെ മാസം എന്ന് തന്നെയാണ്. റജബിന് ഒരുപാട് പ്രത്യേകതകളുണ്ടല്ലോ. മേറാജിൻ്റെ രാവ് റജബിലാണ്. ആ രാവിലാണ് മനുഷ്യ സമൂഹത്തിലെ വിശ്വാസ സമൂഹത്തിൻ്റെ സുരക്ഷിതത്വവും വിജയവും നൽകാൻ വേണ്ടി അള്ളാഹു പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന നമസ്കാരം എന്ന സമ്മാനം പൊതിഞ്ഞ് നൽകുന്നത്. 5 വക്തിലെ നമസ്കാരത്തിലൂടെ അതിലൂടെ വിശ്വാസ സമൂഹത്തെ വിജയത്തിലേക്കാണ് അള്ളാഹു ലക്ഷ്യം വെക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ നമസ്കാരം നിലനിർത്താനുള്ള ആ ഒരു ആഹ്വാനം വന്ന മാസം എന്നുള്ളതും റജബിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ആ റജബ് മുതൽ നമ്മൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അതായത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് നമ്മൾ. അള്ളാഹു തന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? ഖലഖ്തു ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്നാണ്. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആരാധനകളിൽ ഏറ്റവും പുണ്യം നമസ്കാരം തന്നെയാണ്. അപ്പോൾ ആ നമസ്കാരം നിർബന്ധമാക്കപ്പെട്ട മാസം, അതിനെ തുടർന്നുകൊണ്ടുള്ള ശഅബാൻ വന്നു. ഇനിയിപ്പോൾ റമദാനാകട്ടെ എല്ലാ തരത്തിലുള്ള ആത്മസംസ്കരണം തന്നെയാണല്ലോ റമദാൻ ലക്ഷ്യം വെക്കുന്നത്. മനുഷ്യ ജീവിതത്തിലൂടെ നമ്മുടെ ജീവിതത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് മനുഷ്യ സഹജമായിട്ടുള്ള തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സ്വാഭാവികമായിട്ട് വാക്കിലും പ്രവൃത്തിയിലും നോക്കിലും ഒക്കെ വന്നു ചേരാം. അപ്പോൾ അതിൽ നിന്നൊക്കെയുള്ളൊരു മോചനം തന്നെയാണ് റമദാൻ നമുക്ക് നൽകുന്നത്. എല്ലാ തെറ്റുകളെയും കരിച്ചു കളയുന്ന മാസം എന്നുകൂടി റമദാന് അർത്ഥമുണ്ടല്ലോ. പ്രതീക്ഷയുടെ മാസമാണ്, സംസ്കരണത്തിൻ്റെ മാസമാണ്. റമദാനിൽ സാക്ഷിയാവുക എന്നുള്ളതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹം തന്നെയാണ്. പരിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, റമദാനിൻ്റെ പുണ്യം പരിപൂർണമായും അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നിരുന്നുവെങ്കിൽ വർഷം മുഴുവനും റമദാനാകുവാൻ നമ്മൾ കൊതിക്കുമായിരുന്നുവെന്ന് ആദരവായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം പുണ്യമാണ്. നമ്മുടെ ഓരോ സൽക്കർമ്മത്തിനും 10 മടങ്ങ് പ്രതിഫലമാണ് റമദാനിൽ അള്ളാഹു നമുക്ക് വേണ്ടി കരുതി വച്ചിട്ടുള്ളത്. ഒന്നാമത് റമദാൻ പരിശുദ്ധ ഖുർആൻ്റെ മാസം കൂടിയാണല്ലോ. ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ എന്ന് ഖുർആൻ തന്നെ വിശേഷിപ്പിക്കുന്നു ലൈലത്തുൽ ഖദ്ർ. ആ ലൈലത്തുൽ ഖദ്ർ അത് റമദാൻ്റെ ഏറ്റവും സവിശേഷമായ, ഏറ്റവും സുപ്രധാനമായ ഒരു രാത്രിയാണ് ഖുർആൻ ഇറക്കപ്പെട്ട മാസം എന്നുള്ളത്. അപ്പോൾ ആ മാസത്തിൽ തന്നെയാണ് നമുക്ക് നോമ്പും അള്ളാഹു നിർബന്ധമാക്കിയിട്ടുള്ളത്. ഖുർആൻ തഖ്വയിലേക്കാണ് കൊണ്ടുപോകുന്നത്. നോമ്പും തഖ്വയിലേക്ക് തന്നെയാണ്. ഖുർആൻ തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. കുത്തിബ അലൈക്കുമുസ് സിയാമ കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും എന്നുള്ളതാണ്. മുൻകാലങ്ങളിലും അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വിശ്വാസി സമൂഹത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനും അത് നിർബന്ധമാക്കി. കാരണം അത് തഖ്വയിലേക്കാണ്, സൂക്ഷ്മതയിലേക്കാണ്, ജീവിതത്തിൻ്റെ സൂക്ഷ്മതയിലേക്കാണ് അത് കൊണ്ടുപോകുന്നത്. ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നതും ജീവിതത്തിൻ്റെ സൂക്ഷ്മതയാണ്. ലോകത്തിന് മുഴുവൻ നന്മ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ് വിശ്വാസിയുടെ കടമ. സത്യവും സമാധാനവും നീതിയും അതുപോലെ തന്നെ സഹജീവികളുള്ള സ്നേഹവും ഇതര മതസ്ഥരുമായിട്ടുള്ള സൗഹാർദ്ദവും ജീവിത സുരക്ഷയും സ്ത്രീ സമൂഹത്തോട് അങ്ങേയറ്റം ബഹുമാനത്തോടെ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളും ഇതൊക്കെ പരിശുദ്ധ ഖുർആനും സുന്നത്തും നമുക്ക് വ്യക്തമാക്കി തരികയാണ്. അപ്പോൾ ഈ നന്മകൾ അത് കൂടുതൽ പ്രകാശിപ്പിക്കപ്പെടുന്ന ഒരു മാസം കൂടിയാണ് പരിശുദ്ധ റമദാൻ എന്നത്. കാരണം റമദാനിൽ നമ്മൾ ഓരോരുത്തരുടെ ഇത് റമദാനാണല്ലോ, നമ്മൾ എന്തെങ്കിലും വാക്ക് പറയാൻ പോകുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ ഇത് ശരിയാവും, റമദാനാണല്ലോ, നമുക്ക് അത് വേണ്ട എന്നൊക്കെ ഒരു ചിന്ത സ്വാഭാവികമായും വിശ്വാസത്തിൻ്റെ ഒരു കണിക പോലും മനസ്സിൽ ഉള്ളവർക്ക് അത് തോന്നുന്നുണ്ട്. റമദാൻ എത്ര പ്രാധാന്യത്തോടെയാണ് നമ്മൾ ചെറുപ്പം മുതൽ തന്നെ മനസ്സിലാകുന്നത്. നമ്മൾ ചെറുപ്പം തൊട്ട് തന്നെ റമദാനുമായി നമ്മൾ ബന്ധപ്പെടുന്നുണ്ടല്ലോ. അന്നേ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ വീട്ടിലെ മുതിർന്നവരൊക്കെ നോമ്പ് നോക്കുമ്പോൾ അന്ന് തുടങ്ങുന്നു നമുക്ക് റമദാനിൻ്റെ പ്രാധാന്യം. അതിന് പ്രത്യേകിച്ച് നമുക്ക് പഠിപ്പിച്ചു തരേണ്ട ഒരു കാര്യമില്ല. അവരിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. അവർ നോമ്പ് നോക്കും, അതുപോലെ തന്നെ തറാവീഹിന് പോവും, അതുപോലെ തന്നെ സദക്ക ചെയ്യും,
ബാക്കിയുള്ള കാര്യങ്ങൾ സക്കാത്ത് കൊടുക്കും, ഒക്കെ റമദാനിലാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ നന്മകളൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ചെറുപ്പം തൊട്ട് തന്നെ നമ്മളെല്ലാവരും വളരുന്നത്. പിന്നെ നമ്മളും പ്രായപൂർത്തിയൊക്കെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ നോമ്പ് നോക്കുന്നുണ്ട്. നമ്മളെ മാതാപിതാക്കൾ നമ്മൾ നോമ്പൊക്കെ പരിശീലിപ്പിക്കും. ആദ്യം 1-2 നോമ്പ് നോക്കും, ചിലപ്പോൾ ഒരു ദിവസം തന്നെ 2 നോമ്പ് നോക്കും. അങ്ങനെയുണ്ടല്ലോ കുട്ടികൾ, അങ്ങനെയാണല്ലോ. ആ നിലയ്ക്ക് ഉച്ചവരെ നോമ്പ് നോക്കുന്നവരുണ്ടാവും. അപ്പോൾ ഏതായാലും ആ നോമ്പിനോടുള്ള പിന്നെ ഒരു പരിശീലനം ചെറുപ്പം തൊട്ട് തന്നെ നമുക്ക് ഉണ്ടാകുന്നുണ്ട്. പിന്നെ നമ്മൾ തമീസൊക്കെ ആയിക്കഴിഞ്ഞാൽ, ഒരു വകതിരിവൊക്കെ ആയിക്കഴിഞ്ഞാൽ പരിപൂർണ്ണ ദിവസം മുഴുവനും നോമ്പ് നോറ്റുകൊണ്ട് നമ്മൾ ആ ഒരു ചെറുപ്പം തൊട്ട് തന്നെ അതിലേക്ക് നമ്മൾ ഭാഗഭാക്കാകുന്നുണ്ട്. അങ്ങനെ ആ നോമ്പിൽ പകൽ മുഴുവനും നമ്മൾ അന്നപാനാദികളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് വിചാരങ്ങളൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മൾ നോമ്പുമായിട്ട് മുന്നോട്ട് പോകും. നോമ്പിൻ്റെ പ്രത്യേകത എന്താണ്? അതിലിപ്പോൾ ഫർളാണ് നോമ്പ് എന്നൊരു നിർബന്ധമായിട്ടുള്ള കാര്യം. ആ നോമ്പിൽ നമ്മൾ നിസ്കരിക്കേണ്ടത് നിർബന്ധമാക്കൊണ്ട് നിസ്കാരം നടത്തുന്നുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതോടൊപ്പം സുന്നത്തുകളെയും നമ്മൾ കൂടുതൽ പരിപോഷിപ്പിക്കേണ്ട ഒരു കാലം കൂടിയാണ് റമദാൻ എന്നുള്ളത്. കാരണം റമദാൻ കുറേയൊക്കെ സമയം നമുക്ക് റമദാനിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് ആർക്കും നിഷേധിക്കുവാൻ സാധിക്കുകയില്ല. ഇപ്പോൾ ഏത് ഉദ്യോഗസ്ഥനായാലും, ഏത് ജോലിക്കാരനായാലും, ഏത് ബിസിനസ്സുകാരനായാലും റമദാനാകുമ്പോൾ ചെറിയൊരു ബ്രേക്ക് ജീവിതത്തിൽ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്നുണ്ട്. കുറഞ്ഞ സമയമൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾ ഖുർആൻ്റെ മാസമാണ്. ഖുർആൻ പാരായണം റമദാനിൽ നമുക്ക് അതൊരു ശീലമാണല്ലോ. ഏത് വീട്ടിലും റമദാനായിക്കഴിഞ്ഞാൽ ഒരു ചുരുങ്ങിയ ദിവസമെങ്കിലും ഓതുന്നുണ്ടാവും, അല്ലെങ്കിൽ 2-3 പേജെങ്കിലും ഓതുന്ന ഒരു സ്ഥിതി പൊതുവെ ഉണ്ടല്ലോ. അപ്പോൾ അത് എന്താണ് റമദാൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഖുർആൻ ഓതാനും അതോടൊപ്പം ഖുർആൻ പഠിക്കാനുമുള്ള ഒരു സാഹചര്യമായിട്ടാണ് റമദാനെ കാണുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഓൺലൈനിലൊക്കെ എല്ലാവരും സജീവമാണല്ലോ. ഓൺലൈനിലൊക്കെ തന്നെ ഖുർആൻ്റെ പഠനത്തിന് സഹായിക്കുന്ന ഒരുപാട് ആപ്പുകളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പരിപാടികളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അത് നമുക്ക് പ്രയോജനപ്പെടുത്തണം. ഒരു ദിവസം ഒരു ആയത്തെങ്കിലും പഠിക്കുക, 2-3 ആയത്തെങ്കിലും പഠിക്കുക, അല്ലെങ്കിൽ 1-2 ഹദീസ് പഠിക്കുക. ഇതൊക്കെ റമദാൻ്റെ ഒരു ശീലമാക്കിയാൽ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കുവാൻ അത് സാധ്യമാകും. മാത്രമല്ല പിന്നെ തുടർന്നും റമദാന് ശേഷവും നമ്മൾ അത്തരത്തിലുള്ള പഠനങ്ങളിലൂടെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പിന്നെ സ്വതക്ക കർമ്മങ്ങളാണ്, ദാനധർമാദി കർമ്മങ്ങളൊക്കെ ഉയർന്ന പ്രതിഫലമാണ്. പിന്നീടൊന്നുള്ളത് നമ്മൾ റമദാനിൽ എന്താണെന്ന് വെച്ചാൽ സക്കാത്ത് കാര്യമായിട്ട് സക്കാത്തിന് നമ്മൾ കാര്യമായിട്ട് എല്ലാവരും തിരഞ്ഞെടുക്കുന്ന ഒരു സമയം റമദാനാണ്. സക്കാത്ത് കൊടുക്കാൻ റമദാൻ തന്നെ വരണമെന്നൊന്നുമില്ല. അത് ഇനിയിപ്പോൾ ഒരു സാമ്പത്തിക വർഷം ഇത്ര തനിക്ക് സക്കാത്തുണ്ട് എന്ന് നമ്മൾ നിർണ്ണയിച്ചു കഴിഞ്ഞാൽ അത് എപ്പോഴും കൊടുക്കാം. പക്ഷേ റമദാനിലാകുമ്പോൾ കൂടുതൽ പ്രതിഫലം നമുക്ക് കിട്ടുന്നു എന്നുള്ള നിലക്ക് എല്ലാവരും റമദാനിൽ തിരഞ്ഞെടുക്കുന്നുണ്ട്. വേറൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ സക്കാത്ത് എന്നുള്ളത് ആരുടെയും ഔദാര്യമല്ല. നമ്മൾ വിചാരിക്കുന്ന സക്കാത്ത് എൻ്റെ ഒരു ഔദാര്യമായിട്ട് ഞാൻ എല്ലാവരും കൊടുക്കുകയാണ്, അതല്ല. അത് അള്ളാഹു നിർബന്ധമാക്കി വെച്ചിട്ടുള്ളതാണ്. നമ്മുടെ സമ്പത്തിൽ നിർബന്ധമായും നമ്മൾ ചെയ്ത് തീർക്കേണ്ടതായിട്ടുള്ള ഒന്നാണ്. നമ്മുടെ സമ്പത്തിനെ നമുക്ക് ശുദ്ധീകരിക്കേണ്ടത്, ഏത് കാര്യത്തിൽ നമ്മൾ ശുദ്ധീകരിക്കണമല്ലോ. മനുഷ്യ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പ്രക്രിയകൾ നടത്തുന്നുണ്ട്. അവിടെയൊക്കെ തന്നെ ഒരു ശുദ്ധീകരണം വരും. നമ്മൾ വീട് നോക്കുന്നുണ്ട്, വീട്ടിൽ നമ്മൾ ശുദ്ധീകരിക്കുന്നുണ്ട്. നമ്മുടെ ഓഫീസ് നോക്കുന്നുണ്ട്, ഓഫീസ് നമ്മൾ ശുദ്ധീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ ഏതെല്ലാം പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നു അതിനൊക്കെ തന്നെ നമ്മൾ ഒരു ശുദ്ധീകരണം അല്ലെങ്കിലൊക്കെ ഒരു പരിവർത്തനം, അതിനൊക്കെ ഒരു മോഡിഫിക്കേഷൻ എപ്പോഴും നമ്മൾ വരുത്തുന്നുണ്ട്. എന്നതുപോലെ തന്നെയാണ് നമ്മുടെ സമ്പത്ത്. ആ സമ്പത്തിനെ ശുദ്ധീകരിക്കാനുള്ള ഒരു അവസരം കൂടി ആയിട്ട് റമദാൻ എല്ലാവരും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇനി സക്കാത്തിന് ബാക്കിയുള്ളവർ എൻ്റെ അടുത്ത് വരട്ടെ, എന്നിട്ട് അപ്പം ഞാൻ കൊടുക്കാം സക്കാത്ത് എന്ന് നമ്മൾ അന്ന് നമ്മൾ കാത്തിരിക്കേണ്ട. സക്കാത്ത് എന്നുള്ളത് പാവപ്പെട്ടവൻ്റെ അവകാശമാണ്, കൊടുക്കുന്നവൻ്റെ ഔദാര്യമല്ല. പാവപ്പെട്ടവൻ്റെ അവകാശവും അള്ളാഹുവിൻ്റെ നിർബന്ധവുമാണ്. അതാണ് സക്കാത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് സക്കാത്ത് വാങ്ങാൻ മറ്റുള്ളവർ എൻ്റെ അടുത്ത് വരട്ടെ എന്ന് നമ്മൾ ചിന്തിക്കാതെ നമ്മുടെ സക്കാത്ത് അർഹതപ്പെട്ടവർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെ അത് തന്നെയാണ്. അത് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അങ്ങനെ റമദാനിനെ പരിപൂർണമായും ധന്യമാക്കിക്കൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. ലൈലത്തുൽ ഖദർ വരാനിരിക്കുന്നു. ആ ലൈലത്തുൽ ഖദറിൽ 1000 മാസങ്ങളേക്കാൾ പുണ്യകരമായിട്ടുള്ള മാസത്തെയാണ് നമുക്ക് ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് കിട്ടുന്നത്. 1000 മാസം നമ്മൾ ഇബാദത്ത് ചെയ്താൽ കിട്ടുന്നത് ആ ലൈലത്തുൽ ഖദറിൻ്റെ പിന്നെ രാവിലെ മഗ്‌രിബിന് ശേഷം പുലർച്ചെ സുബഹിക്ക് വരെയുള്ള ആ സമയം, അതിൽ 1000 മാസങ്ങൾ പുണ്യം ചെയ്തുകൊണ്ടുള്ള പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് കരുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ കാര്യത്തിന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് സന്തോഷത്തോടെ നമുക്ക് ഈദുൽ ഫിത്തറിൻ്റെ അതൊരു സന്തോഷപ്രകടനമാണ്. അള്ളാഹു നമുക്ക് നൽകിയ 30 ദിവസങ്ങളിൽ അള്ളാഹു നമുക്ക് നൽകിയ ആത്മസംസ്കരണത്തിൻ്റെ ആ രാപ്പകലുകൾ നമുക്ക് നൽകിയതിലുള്ള സന്തോഷമാണ് ഈദുൽ ഫിത്തറിലൂടെ നമുക്ക് നിർവഹിക്കുവാനുള്ളത്. എന്നിട്ട് നമുക്ക് സന്തോഷത്തോടെ പള്ളിയിൽ പോകാൻ ആ നിലക്ക് പരിശുദ്ധ റമദാനിനെ
സജീവമാക്കുവാനും സമ്പന്നമാക്കുവാനും എല്ലാവരും മുന്നോട്ട് വരണം. റമദാൻ്റെ ആദ്യ പകുതി എന്നുള്ളത് റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ആദ്യ പകുതിയാണ്. രണ്ടാമത്തെ പകുതിയിലാകട്ടെ പിന്നെ മഗ്ഫിറത്താണ്. രണ്ടാമത്തെ പകുതിയിൽ നമ്മുടെ മഗ്ഫിറത്ത്. മൂന്നാമത്തെ പകുതിയിലാകട്ടെ ഇത്ഖുമിനന്നാറാണ്, നരക വിമോചനത്തിൻ്റെ നാളുകളാണ്. അപ്പോൾ അള്ളാഹു എല്ലാം ഒരുക്കി തന്നിരിക്കുന്നു. ഇനി അതിലേക്ക് നമ്മൾ ഗൗരവ ബുദ്ധിയോടെ തന്നെ അതിനെ പ്രയോജനപ്പെടുത്താൻ നമ്മൾ തയ്യാറാവുക. അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലായ്പ്പോഴും നമുക്കുണ്ടാകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും. മതിയോ?